ഹാവേഴ്സ് സച്ചിയുടെയും രേവതിയുടെയും ചെമ്മനീർ പൂവിലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോയതുകൊണ്ടാണ്. ഇനിയുള്ള ദിവസങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് അടിച്ച് പോകാൻ മാത്രമല്ല, നിങ്ങൾ അങ്ങനെ പോകുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല നല്ല വിശേഷം നിങ്ങളിലേക്ക്, കാരണം ഒറിജിനലായിട്ടുള്ള കഥകളാണ് ഞാൻ പറയുന്നത്. രാവിലെ കാണുമ്പോൾ അതിനനുസരിച്ച് ആ ഒറിജിനലായിട്ടുള്ള കഥ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് നിൽക്കുന്നത്. അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് അടിക്കണം. കൂടുതലായിട്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് നിങ്ങൾ കമൻറ്റും ഇട്ട് നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ നിങ്ങളോട് കൂടുതൽ ആവശ്യപ്പെടുന്നു. ഇതിന് നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഞാൻ ഇന്നത്തെ വിശേഷങ്ങളിൽ കിടക്കുവാണ്. അങ്ങനെ ചന്ദ്രോദയത്തിൽ ഭയങ്കര ചർച്ച നടത്തുവാണ്. എങ്ങനെയാണ് രേവതിക്ക് ഇങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായത് എന്നുള്ള ചർച്ച നടത്തുവാണ്. അപ്പോൾ ആ ചർച്ച നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അതായത് എങ്ങനെയാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രേവതി പറയുവാണ്, അത് ഞാൻ സ്കൂട്ടി കൊണ്ട് നിർത്തിയപ്പോഴത്തേക്ക്, കാലെടുത്ത് ചവിട്ടിയപ്പോഴത്തേക്ക്, അത് സ്റ്റോപ്പാക്കാൻ വേണ്ടി ചവിട്ടിയപ്പോഴത്തേക്ക് ഒരു പഴത്തൊലി പഴത്തൊലിയിൽ നിന്ന് ചവിട്ടിയത് കൊണ്ട് താനും ബൈക്കും കൂടെ സ്കൂട്ടിയും കൂടെ ചേർന്ന് മറിഞ്ഞ് വീണെന്ന് പറഞ്ഞു. ഉടനെ വർഷ ചോദിക്കുമോ, ചേച്ചി പറഞ്ഞ് നടന്നു വന്നപ്പോഴാണല്ലോ ഇങ്ങനെ വീണെന്നാണല്ലോ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറയുക അതങ്ങനെയല്ല, ശരിക്കും പറയുമ്പോഴത്തേക്ക് അത് മാറിപ്പോയതാണ്. കാരണം ഞാൻ മറന്നു പോയതാണ്. ഈ നടന്നു വന്നപ്പോഴത്തേക്കല്ല, ശരിക്കും സ്കൂട്ടി നിർത്തിയപ്പോഴത്തേക്ക് അറിയാണ്ടൊരു പഴത്തൊലി ചവിട്ടിയതാണ്. അങ്ങനെയാണ് സ്കൂട്ടിയും രേവതിയും കൂടി ചേർന്ന് മറിഞ്ഞ് വീണത്. പിന്നെ വേറെ ഒന്നും പറ്റില്ല, തലയ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള. ഉടനെ അവർ അച്ഛൻ ചോദിക്കും, തലയ്ക്ക് മാത്രമോ, അല്ലെങ്കിൽ തലയ്ക്കകത്തൊന്നും ഇല്ലല്ലോ എന്ന്. തലയ്ക്കകത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ വേറെ സംഭവങ്ങളൊന്നും ഉണ്ടില്ല, തലയ്ക്ക് ബാക്കിൽ മാത്രമേ അടിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അപ്പം ഇത് നടത്തിയെന്ന് ചോദിക്കുന്നു. അതായത് സ്കാനിങ് നടത്തിയപ്പോഴത്തേക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയ മുറിവല്ലേ, സ്കാനിങ് നടത്തിയല്ലോ, ഓൾ റൈറ്റ് എന്നുള്ള പറയുമ്പോൾ. അപ്പം പെട്ടെന്ന് അങ്ങോട്ടത്തേക്ക് ചന്ദ്രമതി വരുമ്പോൾ വർഷം പറഞ്ഞ്, ചേച്ചി ആൻറ്റി വരുന്നുണ്ട്, നമുക്ക് പഴയതുപോലെ വഴക്കിട്ടെന്നുള്ള രീതിയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഉടനെ പറയും, അപ്പം വർഷം ചോദിക്കുകയാണ്, അപ്പോൾ ചന്ദ്രമതി കേക്ക് ചോദിക്കുകയാണ്. വർഷം ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു വേറെ ഒരു കുഴപ്പമില്ല, ചുമ്മാ തലയിലും ആവശ്യമില്ലാത്ത കെട്ടും കെട്ടി ഇറങ്ങിയേക്കുക, നിങ്ങൾക്ക് ഇവിടെ പണി ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വേഷം കെട്ടല്ലേ നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾ ചുമ്മാ അടവെടുത്തുകൊണ്ട് നിൽക്കുക, നിങ്ങൾ പണി എടുത്തുകൊണ്ട്. ഉടനെ രേവതി തിരിച്ചു ചോദിക്കുകയാണ്, എന്നാൽ ഞാനിവിടുത്തെ വേലക്കാരിയാണോ, കാരണം ഞാൻ മാത്രം ഇവിടെ ജോലി ചെയ്യുക, നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ. ഉടനെ ഇത് കേട്ടുകൊണ്ടൊന്ന് ചന്ദ്രമതി പറയുകയാണ്, വർഷേ നീ ഒന്നും പറയണ്ട വർഷേ, കാരണം ഞാൻ അവൾക്ക് അസുഖമൊന്നുമില്ല, ചുമ്മാ പിന്നെ അഭിനയമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി ചാടിക്കറി പറയും, ശരിയായി. ഉടനെ രേവതി ഒന്ന് ചോദിക്കും, അതെന്നെ അമ്മ അങ്ങനെ പറയാമെന്നിങ്ങനെ ചോദിച്ചു വരുമ്പോഴത്തേക്ക് സച്ചി പറയുക, രേവതി നിനക്കറിയത്തില്ലേ, കാരണം ഞാൻ സീരിയലിൻ്റെയും അല്ല അഭിനയത്തിൻ്റെ കൊലപതികൾ നിനക്കൊരു അംഗീകാരം തരുക, നീ ഒരു നല്ലൊരു അഭിനേതാവെന്ന് നീ പറയുമ്പോഴത്തേക്ക് അത് എക്സ്പീരിയൻസ് ഉള്ളവർ പറയുമ്പോൾ കേൾക്കണം. കാരണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അഭിനയം എന്താണെന്നും കാരണം അഭിനയിക്കേണ്ട രീതി എങ്ങനെയാണെന്നൊക്കെ അറിയത്തുള്ളൂ. അപ്പം അമ്മ ഒരു അഭിനയത്തിന് വേണ്ടി നിനക്ക് വേണ്ടി പറയുമ്പോഴത്തേക്ക്, നീ നല്ലൊരു അഭിനേതാവെന്ന് പറയുമ്പോഴത്തേക്ക് നീ ഒന്ന് ആലോചിക്കണം. കാരണം അതിനനുസരിച്ചുള്ള കഴിവ് അമ്മയ്ക്കുണ്ട്, അത് പറയാനുള്ള. കാരണം ഓസ്കാർ വരെ മേടിക്കാനുള്ള ആൾക്കാരൊക്കെയാണ് അവർ, ഓസ്കാർ വരെ മേടിച്ച് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാനെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി കയറി വരുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, മോളെ നീ എവിടെയായിരുന്നു ഇത്ര നേരം, നീ എന്താ മോളെ ഇവിടെ അവരോട് പറയാതെ എന്താ പോയെന്ന് പറഞ്ഞു. അമ്മ ഞാൻ അത്യാവശ്യമായിട്ട് ഒരു അമ്പലത്തിൽ പോയതുകൊണ്ട് അങ്ങനെ, അതുകൊണ്ട് അമ്പലത്തിൽ പോയതുകൊണ്ട് മാത്രം ആരോടും പറയാണ്ട് ഇറങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അതൊന്നും ഇപ്പം എന്തെങ്കിലും വിശേഷം ഉണ്ടെന്ന്. വിശേഷമില്ല അമ്മ, അവിടെ ഒരു ജ്ഞാനിയായിട്ട് ഒരു സ്വാമി വന്നിട്ടുണ്ടായിരുന്നു. ആ സ്വാമി ഒന്ന് കാണാൻ പോയാൽ പറഞ്ഞാൽ അച്ചട്ടായിട്ട് ഭരിക്കുന്നതായിട്ടൊരു സ്വാമിയാണ്. കാരണം നമ്മുടെ മുൻകാലവും പിൻകാലവും പൂർവ്വകാലവും അത് പിന്നെ മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം പറയും എന്നുള്ള രീതിയിൽ പറയും. ഉടനെ ആണോ, അപ്പം എങ്ങനെയുണ്ട്, എന്നിട്ട് എന്നെ വിളിക്കാത്തത് അമ്മ, ഞാൻ പെട്ടെന്ന് പോയതുകൊണ്ട് അമ്മയെ വിളിക്കാണ്ടിരുന്നത്, മാത്രമല്ല അമ്മയെക്കുറിച്ച് അമ്മയ്ക്കിപ്പം നല്ല കാലമാണെന്ന് പറയുന്നുണ്ട്. അപ്പം പറയും ഉടനെ സച്ചി, ഉടനെ ചന്ദ്രമതിയുടെ മുഖമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഭയങ്കര സന്തോഷം കൊണ്ട് ഭയങ്കരമായിട്ട് നിൽക്കുക. ഉടനെ സച്ചി പറയുക, പാർലർ ഇത് ഐസ്ക്രീം പാർലറല്ലേ, അതുകൊണ്ട് പാർലയടത്തി നല്ല ഐസ് വിൽക്കുന്നുണ്ടല്ലോ എന്ന്. ഉടനെ ശ്രുതി നോക്കിയിട്ട് ഇങ്ങനെ കലിപ്പിച്ച് നോക്കുന്നുണ്ട്. നീ എന്തെങ്കിലും
ചന്ദ്രമതി പറയുന്നുണ്ട്, നീ അവനെ നോക്കണ്ട മോളെ, അവൻ ആവശ്യമില്ലാത്തെല്ലാം പറയും, കാരണം അവനെന്ത് പിടിക്കത്തൊന്നുമില്ല എന്ന് പറയും. ഉടനെ ശ്രുതി പറയാം, രേവതി നിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ഞാൻ നിനക്കിങ്ങനെ ആക്സിഡൻ്റ് ആണ്, നിനക്കിപ്പോൾ കഷ്ടകാലമാണെന്ന് അവിടെ നിന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി ചോദിക്കുക, അതെങ്ങനെയാണ് പാർലയിടത്തി രേവതിയെ കാണാതെ അങ്ങനെ ആ ഒരു മഹർഷി കണ്ട് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു അതൊന്നുമല്ല, പാർലയിടത്തി പോയതുകൊണ്ട്, പാർലയിടത്തി ഇങ്ങനെ ഒരു മരുമോളായതുകൊണ്ട് പാർലയിടത്തിൻ്റെ സ്വഭാവ ഗുണം വെച്ചിട്ടായിരിക്കും പറഞ്ഞതല്ലെന്ന്. ഉടനെ അവർക്ക് കലിപ്പ് വരും, ചന്ദ്രമതിക്കും കലിപ്പ് വരും. ഉടനെ വർഷ ചോദിക്കുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള സംവിധാനങ്ങളും അല്ലെങ്കിൽ അതൊക്കെ അന്ധവിശ്വാസങ്ങളൊക്കെ കൊണ്ടുനടക്കുക, ആരെങ്കിലും കാശടിക്കാൻ വേണ്ടി ഓരോ പരിപാടി കാണിച്ചു കൊടുക്കുന്നത്, നിങ്ങളെന്തിനും ഇതൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി രേവതിക്ക് കഷ്ടകാലമാണ്, ഇനി 8ൻ്റെ പണി കിട്ടും എന്നുള്ള രീതിയിലൊക്കെയാണ് മഹർഷി പറഞ്ഞേക്കുന്നത്. സൂക്ഷിച്ച് നടന്നാൽ കൊള്ളാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, കാരണം ഇനി ഇപ്പം ഓരോരുത്തർക്ക് ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പം രേവതിക്ക് ആക്സിഡൻ്റ് ഉണ്ടായത് കണ്ടില്ലേ, ഇനിയുള്ള ദിവസങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകും, അത് സൂക്ഷിച്ചോ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ ചുമ്മാതാ, ഒന്നുമില്ല എന്നുള്ള രീതിയിൽ പറയും. ഉടനെ ചന്ദ്രമതി പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാത്തൊന്നും വിശ്വസിക്കുന്നില്ല. ഉടനെ ശ്രുതിയോട് പറയുക, അവൻ പറയുന്നൊന്നും മോള് കാര്യമാക്കണ്ട, മാത്രം അവൻ ഇതൊന്നും വിശ്വാസമൊന്നുമില്ല, അവന് നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ അവന് അത് കേൾക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അകത്തോട്ട് കയറിപ്പോകുന്നുണ്ട്. ഉടനെ സച്ചി എഴുന്നേറ്റ് വന്നിട്ട് ശ്രുതിയോട് നോക്കിയിട്ട് പറയും, കഷ്ടകാലം എന്നല്ല പറഞ്ഞ്, അത് നമുക്ക് നോക്കാം, അവൾക്കിനി കഷ്ടകാലം വരുവാണെങ്കിൽ അത് ഞാനത് മാനേജ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ബാ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്ന എല്ലാവരും ഓരോ വഴിക്ക് ആക്കുന്നു. അപ്പം അത് ശ്രീകാന്തും വർഷയും എല്ലാവരും അവരവരുടെ റൂമിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി സ്വയം ഇങ്ങനെ ചിന്തിക്കുക, എന്താണെങ്കിലും ഇന്ന് രാത്രി സച്ചിയുടെ ഫോൺ അടിച്ചു മാറ്റണം. കാരണം ഞാൻ മറ്റേ ശരത്തിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, ശരത്ത് കട്ടെടുക്കുന്നതായിട്ടുള്ള ആ ഒരു വീഡിയോ സച്ചിയുടെ ഫോണിലുണ്ട്. അങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവിടെ പൊരിക്കുന്നത് നമ്മുടെ രേവതിനെ തന്നെയായിരിക്കും. രേവതിനെ ഇല്ലാതാക്കി മാറ്റാനുള്ളൊരു വഴിയാണ് നമ്മുടെ ഈ ശ്രുതി ഒരുക്കുന്നത്. ശ്രുതി പറയുന്നുണ്ട്, ഇന്ന് വീഡിയോ ഫോൺ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫോൺ എടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള തയ്യാറെടുപ്പ് നിൽക്കണം. അപ്പോൾ രാത്രി രേവതിയും സച്ചിയും തറയിൽ ഉറങ്ങുവാണ്. അപ്പോൾ സൈഡിലായിട്ട് ഫോൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫോൺ അടിച്ചു മാറ്റാൻ വേണ്ടി കോണിപ്പടി ഇറങ്ങി വരും. നമ്മുടെ ശ്രുതി ഇറങ്ങി വരുമ്പോഴത്തേക്ക് കാണുന്നത് തറയിൽ കിടക്കുന്നതായിട്ടുള്ള ഇവർ രണ്ടുപേരെ കാണുന്നത്. അങ്ങനെ ഇങ്ങനെ എടുക്കാൻ പോകുമ്പോൾ അതിന് മുമ്പ് ഒരു സീനും കൂടെ ഉണ്ട്. അതായത് പെട്ടെന്ന് ശ്രീകാന്തിന് ഒരു ഫോൺ വരും രാത്രി. ശ്രീകാന്തിന് ഫോൺ വരുമ്പോഴത്തേക്ക് വർഷ ചോദിക്കുന്നുണ്ട്, ഈ മിഡ് നൈറ്റിൽ ആരാ ഈ ഫോൺ ചെയ്യുന്നത്, ഈ മിഡ് നൈറ്റിൽ എന്തിനാണ് നിന്നെ ആരാ ശല്യം ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ എന്തിനാണ് ഈ മിഡ് നൈറ്റിൽ അലാറം വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു. ഉടനെ ശ്രീകാന്ത് പറയും, അത് അലാറം അല്ല, അത് എനിക്കൊരു കോൾ വന്നതാ എന്ന് പറയുമ്പോൾ, ഈ രാത്രി ആരാ മിഡ് നൈറ്റിൽ ആരും നിനക്ക് കോൾ വരാമെന്ന് ആരാ വിളിക്കുന്നത്. ഉടനെ പെട്ടെന്ന് ശ്രീകാന്ത് ഫോൺ എടുത്തിട്ട് സംസാരിക്കുക, ഹലോ എന്ന് വെക്കുമ്പോഴത്തേക്ക് ഞാനിത് പ്രിയയാണ്. പ്രിയ മേഡം എന്നോട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇപ്പം ഈ സമയത്തിൽ വിളിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ഈ സമയത്തായതുകൊണ്ട്. പിന്നെ എനിക്ക് എന്നെ പ്രിയ എന്ന് വിളിച്ചാൽ മതി, പേര് വിളിച്ചാൽ മതി, എന്നെ മേഡം എന്നൊന്നും വിളിക്കേണ്ട. ശരി, എന്താ മേഡം പറഞ്ഞോളൂ, എന്താ പ്രിയ പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊരു റെസിപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചു. ഉടനെ റെസിപ്പിയോ, കൊള്ളാമല്ലോ, ഇന്ന് രാത്രി കണ്ടുപിടിച്ചാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് വർഷയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പറഞ്ഞ് ഈ സൗണ്ടിൽ കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കിടന്നിട്ടാണ് ഉറക്കം വരുന്നത്. അപ്പോൾ വർഷം ഇറങ്ങടാ ഇവിടുന്ന് എന്നുള്ള രീതിയിലൊക്കെ ഒരു തമാശ വട്ടി പറയാം, നീ ഇവിടെ നിന്ന് സംസാരിച്ചാണ്ട് പുറത്ത് പോയി സംസാരിക്കുന്ന രീതിയിൽ പോയി. അപ്പോൾ പുറത്ത് പോയി സംസാരിക്കാൻ ഇറങ്ങി വരുമ്പോഴാണ് അപ്പോൾ ശ്രുതി അവിടെ നിൽക്കുന്നത്. അപ്പം ശ്രീകാന്തിനെ കണ്ടിട്ട് ശ്രുതി പെട്ടെന്ന് അടുക്കളയിലേക്ക് കയറും. ഫോൺ എടുക്കാൻ വന്ന് നിൽക്കുന്ന ശ്രുതിയാണ്. പക്ഷേ അടുക്കളയിലേക്ക് കയറി നിൽക്കുമ്പോഴത്തേക്ക് ഫോൺ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് സച്ചി എഴുന്നേക്കുക. എടാ, നീ പാതിരാത്രി നിനക്ക് ഉറക്കമൊന്നുമില്ല, ആരാടാ നീ റെസിപ്പിയും കോപ്പും മസാലയും കടുകിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കടുക് വറക്കുന്നതൊക്കെ പറഞ്ഞ് ഈ പാതിരാത്രിക്കാണ് നിനക്ക് കടുക് വറക്കേണ്ടത്, നീ എന്നാടാ കാണിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് സോറി ഏട്ടാ എന്ന് പറഞ്ഞ് അന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോയി നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ നോക്കുക, അടുക്കള ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശ്രുതി നോക്കുക, ഫോൺ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഫോണൊന്ന് അടിച്ചു മാറ്റാം, അവൻ ഉറങ്ങുമോ, ഇപ്പം തന്നെ എഴുന്നേറ്റുള്ളൂ, ഇനിയിപ്പോൾ ഉറങ്ങുമോ, എപ്പോഴാണ് ഉറങ്ങുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മേലേന്ന് നമ്മുടെ ശ്രുതി ഇറങ്ങി വരുമ്പോഴത്തേക്ക് കോണിപ്പടി ഇറങ്ങി വരും. കറക്റ്റ് കോണിപ്പടി നോക്കുമ്പോഴത്തേക്ക് അടുക്കള കാണാം. അടുക്കള കറക്റ്റ് വാതിലിൻ്റെ അവിടെ നിൽക്കും നമ്മുടെ ശ്രുതി. ഇറങ്ങി, എന്നെ ശ്രുതി ഇവിടെ നിൽക്കുന്നത് ഇത് ഈ സമയത്തുണ്ട്. ഉടനെ പിന്നെ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് വന്നിട്ട് പറയുക, അത് വെപ്രാളം കൊണ്ടുവരാം, അത് ഞാൻ ഇച്ചിരി വെള്ളം എടുക്കാൻ വേണ്ടി വന്നു. വെള്ളം എടുക്കാൻ വേണ്ടി വന്നു, ഞാനും വെള്ളം എടുക്കാൻ വേണ്ടി ഒരേ ടൈമിൽ. ശരി, വെള്ളം എടുക്കുക, എന്തെങ്കിലും എക്സ്ട്രാ വല്ലതും
സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഒന്നും വേണ്ട വെള്ളം മാത്രം മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ശരി. അപ്പം സച്ചി എഴുന്നേറ്റിട്ട് പറയാം, നിങ്ങൾക്ക് രണ്ടർക്ക് വേറെ പണിയൊന്നുമില്ല, പോയി കിടന്നുറങ്ങാൻ നോക്ക്, ചുമ്മാ പാതിരാത്രി മനുഷ്യൻ്റെയൊക്കെ ഉറക്കം കളയാൻ വേണ്ടി പറഞ്ഞു. ഉടനെ ശ്രുതി പറയാം, അവൻ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, അപ്പം നമുക്ക് പോകാമെന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഉടനെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ കാണുക, ഇന്നല്ല നാളെ ഞാൻ നിൻ്റെ ഫോൺ എടുത്തിരിക്കൂടാ, നിൻ്റെ ഫോൺ എടുത്ത് ഈ കള്ളത്തരമെല്ലാം ഞാൻ തെളിയിക്കൂടാ എന്നുള്ള രീതിയിലാണ് ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന ആ സീനാണ് നമ്മൾ ഈ രാത്രി കാണുന്നത്. അത് ഇനി പിറ്റേ ദിവസം രാവിലെ ഒരു സീൻ അടുത്തത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ രേവതി പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അതായത് പാചകം ചെയ്തുകൊണ്ട് പെട്ടെന്ന് സച്ചി ഓടി വന്നിട്ട്, രേവതി നീ എന്താ കാണിക്കുന്നേ, ഇതിപ്പം നിനക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണോ? കാരണം നിൻ്റെ ശരീരത്തിൽ നിൻ്റെ മാനസികാവസ്ഥ, നിൻ്റെ ശരീരത്തിൻ്റെ അസ്വസ്ഥത നിനക്കറിയത്തില്ല, തലയ്ക്കാണ് ഇഞ്ചുറി ഉണ്ടായിരിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, ചേട്ടാ സച്ചേട്ടാ വേറെ ആര് ചെയ്യാനാണ്, കാരണം ഓരോരുത്തരും ഓരോ രീതിയിൽ നിൽക്കുന്നത്, എൻ്റെ പണി അവരവരുടെ പണി അവരവർ ചെയ്യണം, അല്ലാതെ വേറെ ആര് ചെയ്യാൻ വേണ്ടിയാണ്, ഇതൊക്കെ ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ആരും ഇറങ്ങി വന്ന് ഒരാത്മാർത്ഥത്തോടെ ചെയ്യത്തില്ല, എൻ്റെ പണി ഇപ്പം എൻ്റെ ഇതാണ്. ഒന്നും നിനക്ക് ഇതിപ്പം 2 ദിവസത്തേക്ക് ആരെങ്കിലൊക്കെ ചെയ്യട്ടെ, 2 ദിവസം കഴിയുമ്പോൾ നിനക്ക് ചെയ്താൽ തന്നെ നീ ഇപ്പം എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള രീതി ശ്രുതി ചോദിക്കുന്നുണ്ട്. സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഇല്ല കുഴപ്പമില്ല ചേട്ടാ, എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാനിത് മാനേജ് ചെയ്തോളാം എന്നുള്ള രീതി പറഞ്ഞിട്ട് പറയുമ്പോൾ, ഇനിയിപ്പം ചേട്ടനെ ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇത് കഴിഞ്ഞ് മാല കൊടുക്കാൻ പോകണം. മാല കൊടുക്കാനോ? സച്ചി വയ്ക്കുന്നത് മാല കൊടുക്കാൻ. അതെ, മാല കൊടുക്കാൻ. ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് മാലയും കാര്യങ്ങളെല്ലാം കെട്ടും കാര്യങ്ങളെല്ലാം ഒതുക്കി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി അത് കൊണ്ട് കൊടുത്താൽ മതി. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വന്നു, ഈ വയ്യാഴി ഇരുന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. സച്ചേട്ടൻ അറിയാത്ത പല കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ സച്ചേട്ടൻ രാവിലെ 3 മണിക്കും 4 മണിക്കും ഒക്കെ ഓട്ടത്തിന് പോകുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേൽക്കാറില്ലേ, കാരണം ആ സമയത്ത് ഞാൻ ഉറങ്ങാറില്ല. കാരണം ഞാൻ സച്ചേട്ടൻ പോകുമ്പോഴത്തേക്ക് രാവിലെ ചായ ഇട്ട് തരണ്ടേ, അപ്പോൾ ഉറങ്ങാറില്ല. അപ്പം പെട്ടെന്ന് ഒരു റൊമാൻസ്ഡ് ഫീലാണ്. കാരണം ഇവൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു ടൈമാണ്, ഒരു 7 മണി 8 മണി ആ ടൈമിൽ എഴുന്നേറ്റ് അടുത്ത ഓട്ടത്തിന്, അല്ലെങ്കിൽ ഓട്ടത്തിന് പോകുന്ന ടൈമിൽ മാത്രം നേരത്തെ എഴുന്നേറ്റാൽ മതി. പക്ഷേ ഈ രേവതിയെ സംബന്ധിച്ചോളം സ്വന്തം ഭർത്താവിന് രാവിലെ 3 മണിക്ക് 4 മണിക്ക് ഓട്ടം ഉണ്ടെന്ന് കാണുവാണെങ്കിൽ അന്നത്തെ ദിവസം ഉറങ്ങാതിരുന്നിട്ട്, തൻ്റെ കെട്ടിയവന് വേണ്ടി ഉറങ്ങാതിരുന്ന് രാവിലെ എഴുന്നേറ്റ് കാപ്പി ഇട്ട് കൊണ്ട് കറക്റ്റായിട്ട് കൊടുത്ത് ഉറക്കത്തിന് എഴുന്നേൽപ്പിച്ചതിന് ശേഷം അവനെ ഒരുക്കി, അവന് വേണ്ടത് ഇപ്പോൾ വെള്ളം തിളപ്പിക്കുകയാണ്, അതുപോലെ ഡ്രസ്സ് ആൻ ചെയ്ത് കൊടുക്കണം, ഇതെല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം പറഞ്ഞു വിട്ടിട്ട് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പരിപാടി ചെയ്യുന്നത്. അപ്പം രേവതിയുടെ ആ ഒരു ഫീല്, രേവതി പറയുന്നിട്ടുള്ള ആത്മാർത്ഥം ഓർക്കുക. കാരണം സ്വന്തം ഭാര്യ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഇത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കപ്പെടുന്നത്. വർഷ കയറുന്നുണ്ട്, ചേട്ടാ എന്താ ഈ ചേച്ചി കാണിക്കുന്നത്, ഇവിടെ വേറെ ആരും ചെയ്യാനില്ലേ, കാരണം എന്താ ഇപ്പം ചേച്ചിയോട് ചെയ്യേണ്ടെന്ന് പറഞ്ഞല്ലേ എന്ന് പറയും. ഇവള് പറഞ്ഞാൽ കേൾക്കത്തില്ല വർഷ, ഇവളിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എന്താ ചെയ്യാനാണ്, കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. ഇതിപ്പോൾ എന്താ ചെയ്യുന്നത്, കാരണം വയ്യാഴിക എന്നിട്ട് ഇപ്പോൾ പിന്നെ വയ്യാഴിക വരുമ്പോൾ എനിക്ക് തന്നെയല്ല അതിൻ്റെ കേടുണ്ടാകുന്നതെന്നുള്ളത് പറയും. ചേച്ചി മാറി, ചേച്ചി നമുക്ക് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ, ഒന്നും വേണ്ട വർഷ എന്ന് പറയുമ്പോൾ ഉടനെ പറയാം, വർഷം പറയും, ഓ എന്തൊരു സ്നേഹമുള്ള കെട്ടിയവനും കെട്ടിയുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം എന്തൊരു സ്നേഹം കാണിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് നീ അതൊക്കെയാണ് ഇന്ന് ഞാൻ വണ്ടി ഓടിക്കാൻ പോകുന്നില്ല, ഞാൻ നീ പൂ കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാനും നിൻ്റെ കൂടെ പൂ കൊടുക്കാൻ വരാം, എനിക്ക് നിൻ്റെ സ്കൂട്ടി ഓടിക്കുന്നതിൻ്റെ ശമ്പളം തന്നാൽ മാത്രം മതി, ഞാൻ ഓടിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ അത്രയൊന്നും ശമ്പളമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, നീ കാർ ഓടിക്കുന്നതിന് ശമ്പളം തരണ്ട എന്ന് പറയാം, കാർ ഓടിക്കുന്ന ശമ്പളം, നീ സ്കൂട്ടി ഓടിക്കുന്ന ശമ്പളം തന്നാൽ, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, നിൻ്റെ കൂടെ ഞാൻ വരാം എന്നുള്ള രീതി പറയുമ്പോഴത്തേക്ക് ഇത് കേട്ടുകൊണ്ടാണ് ശ്രുതി ഇങ്ങനെ പറയുന്നത്, നല്ല ശ്രുതിയല്ല വർഷ പറയുന്നത്, എന്ന് സ്നേഹമുള്ള കെട്ടിയോളും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പോൾ അവരുടെ റൊമാൻസും കാര്യങ്ങളും, പിന്നെ ബൈക്കിൽ പോകുന്നതായിട്ടൊരു സീനാണ് കാണിക്കുന്നത്, അല്ല സ്കൂട്ടിയിൽ പോകുന്നൊരു സീനാണ് കാണിക്കുന്നത്. അപ്പം ഇന്നത്തെ വിശേഷം ഇതാണ്. ആയതിനാൽ ഹൈവേഴ്സ് എല്ലാവരും ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ആയിട്ടുള്ള സപ്പോർട്ട് എനിക്ക് കൂടുതലായിട്ട് ആവശ്യമുണ്ട്. കാരണം നിങ്ങളുടെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്ത്, അതായത് ലൈക്ക് അടിക്കാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ നല്ല നല്ല വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഞാൻ വിട പറയുന്നു. സൈനിങ് ഓഫ്.